ഹരേ കൃഷ്ണ. ആദരണീയരായ ശ്രീരാഗ കുടുംബത്തിലെ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ ശ്രീദേവി. ഇന്ന് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ചെറിയ ബാലലീലയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാവരും കേട്ട കഥ തന്നെയാണ്, എന്നാലും എല്ലാവരും ഒന്നുകൂടി കേട്ടു നോക്കൂ. ഒരു ദിവസം യശോദ കാലത്തെഴുന്നേറ്റ് കടക്കോലും എടുത്തുകൊണ്ട് തൈര് കലക്കാനിരുന്നു. നന്ദനന്ദനായ കൃഷ്ണൻ തല കിലുക്കിക്കൊണ്ട് വെണ്ണ കിട്ടാൻ വേണ്ടി അവിടെ വന്നു. പ്രേമപൂർവ്വം കൃഷ്ണൻ അമ്മയോട് വെണ്ണയ്ക്ക് കൈനീട്ടി. തിളച്ചു തൂവാൻ തുടങ്ങിയ പാൽ അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാൻ വേണ്ടി യശോദ അകത്തേക്ക് തിരക്കിൽ പോയി. തന്നെ ഗവനിക്കാതെ അമ്മ എഴുന്നേറ്റ് പോയത് കണ്ടപ്പോൾ നമ്മുടെ കണ്ണന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അവിടെ കിടന്നിരുന്ന ഒരു അമ്മിക്കുഴവി എടുത്തിട്ട് പാൽക്കലത്തിന്മേലിട്ട് അത് അടിച്ചു പൊട്ടിച്ചു. പാൽക്കലം ഉടഞ്ഞ ശബ്ദം കേട്ടെത്തിയ നമ്മുടെ യശോദാമ്മ കണ്ടത് എന്താണെന്നറിയോ? ഓടിപ്പോകുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണനെ. പിന്നാലെ ഓടി ആ അമ്മ ഉണ്ണിയെ പിടികൂടി. എന്നിട്ടോ കയറെടുത്ത് ഉണ്ണിക്കണ്ണനെ ഉരലിൽ കൂട്ടിക്കെട്ടി ഇടാൻ ശ്രമിച്ചു. എത്ര തന്നെ കയർ കൊണ്ടുവന്നിട്ട് ഒരങ്കുലം നീളം കുറവായി കണ്ട് ആ അമ്മ ആശ്ചര്യപ്പെട്ടു. വിഷണ്ണയും ദുഃഖിതയുമായ യശോദ ക്ഷീണിച്ച് വിയർത്തു. അമ്മയുടെ ദൈന്യത കണ്ട് കൃഷ്ണൻ ഒടുവിൽ വഴങ്ങിക്കൊടുത്തു. ബന്ധനം സ്വയം സ്വീകരിക്കാൻ ആ കരുണാനിധി സന്നദ്ധനായി. ഗോപികകൾ ഓടിയെത്തി ഉടഞ്ഞുകിടക്കുന്ന പാൽക്കലവും ഉരയിൽ കെട്ടിയിടപ്പെട്ട കണ്ണനെയും അവർ കണ്ടു. അവർ യശോദയോട് പറഞ്ഞു, കഷ്ടം യശോദേ, ഈ ഓമൻ ഉണ്ണിയെ കെട്ടിടാൻ നീ എത്ര ക്രൂരയാണ്. സംശയമില്ല, ഒരു കലമുടച്ചതിന് ഇത്രയും ശിക്ഷിക്കണോ? ഇതൊക്കെ കേട്ട് യശോദ ഒന്നും മിണ്ടാതെ ഗൃഹജോലികളിൽ വ്യാപൃതയായി. കൃഷ്ണൻ ഉരലും വലിച്ച് പതുക്കെ യമുനാ തീരത്തേക്ക് പോയി. അവിടെ നിന്നിരുന്ന 2 നീർമരുത വൃക്ഷങ്ങളുടെ നടുവിലൂടെ ദാമോദരനായ ബാലൻ ഉരലും വലിച്ചിങ്ങനെ നടന്നു. ഉരലിടയിൽ കുടുങ്ങി നിന്നതു കാരണം വയസ്സ് ചെന്ന ആ കൂറ്റൻ വൃക്ഷങ്ങൾ കടപുഴുകി വീണു. വൃക്ഷങ്ങൾ നിലം പതിച്ചപ്പോൾ ഭയങ്കരമായ ശബ്ദമുണ്ടായി. വിറകിൽ നിന്നും തീയെന്ന പോലെ ആ വൃക്ഷങ്ങളിൽ നിന്നും 2 ദേവന്മാർ ഉത്ഭവിച്ചു. ശ്രീകൃഷ്ണനെ പ്രദക്ഷിണം വെച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് അവർ അഞ്ജലിബദ്ധരായി നിന്ന് സ്തുതിച്ചു. അതിനുശേഷം അവർ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. മരം വീണ ശബ്ദം കേട്ട് നന്ദഗോപരും വ്രജവാസികൾ ഓടിക്കിതച്ചെത്തി. കാറ്റില്ലാതെ എങ്ങനെ വൻ വൃക്ഷങ്ങൾ വീണതെന്ന് മനസ്സിലാകാതെ നിന്നിരുന്ന അവരോട് കുട്ടികൾ പറഞ്ഞു, കണ്ണൻ വലിച്ചുകൊണ്ട് നടന്ന ഉരൽ കുടുങ്ങി മറിഞ്ഞു വീണതാണ് ഈ മരങ്ങൾ. ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവയിൽ നിന്നുണ്ടായ 2 തേജസ്വികൾ കൃഷ്ണനെ നമസ്കരിച്ച് വടക്കോട്ട് പോകുന്നതും ഞങ്ങൾ കണ്ടു. നന്ദരാജൻ പക്ഷെ അതിലൊന്നും ശ്രദ്ധിക്കാതെ ഉരുളിൽ നിന്നും കെട്ടഴിച്ച് ഉണ്ണിയെ വാരിയെടുത്തു. തന്റെ പത്നിയെ അല്പം ശകാരിക്കുകയും ചെയ്ത് ഉണ്ണിക്ക് രക്ഷാകർമ്മങ്ങളും നടത്തി. എല്ലാവരും ചിന്തിക്കുന്നത് ആ 2 തേജസ്വികൾ ആരാന്നല്ലേ? ആ 2 പുരുഷന്മാർ ആരായിരുന്നു? എങ്ങനെയാണ് അവർ വൃക്ഷങ്ങളായി തീർന്നത് എന്നല്ലേ അറിയേണ്ടത്? മന്ദാകിനി തടത്തിലുള്ള നന്ദനവനത്തിൽ വൈശ്രവണ പുത്രന്മാരായ നളകൂപരനും മണിഗ്രീവനും വിനോദത്തിനായി പോയിരുന്നു. അപ്സരസുകളോടൊത്ത് നൃത്തമാടി അവർ നഗ്നമായി ആടിയും പാടിയും വിനോദിച്ചു. വേദവിത്തായ ദേവല മഹർഷി ആ വഴിക്ക് വന്നു. മതോന്മത്തരായ അവർ മഹർഷിയെ ആദരിച്ചില്ല. ക്രോധം പൂണ്ട മഹർഷി അവരെ ശപിച്ചു. നഗ്നരായ വൃക്ഷങ്ങളെ പോലെ നിൽക്കുന്ന നിങ്ങൾ വൃക്ഷങ്ങളായി ഭൂമിയിൽ ഭവിക്കുമെന്നും. ദ്വാപരാന്തത്തിൽ കാളിന്തി തടത്തിലുള്ള മഹാവനത്തിന്റെ വക്കത്ത് 100 വർഷം വൃക്ഷരൂപത്തിൽ സ്ഥിതി ചെയ്തതിനു ശേഷം ഗോലോകനാഥനായ ശ്രീകൃഷ്ണന്റെ സ്പർശം മൂലം നിങ്ങൾക്ക് പൂർവ്വരൂപം കിട്ടുമെന്നും ശാപമോക്ഷം നൽകി. അങ്ങനെ ദേവല ശാപം മൂലം വൃക്ഷങ്ങളായി തീർന്ന കുബേരപുത്രന്മാരായിരുന്നു അവര്. ഒരിക്കൽ ശ്രീകൃഷ്ണ ദർശനത്തിനായി ദുർവാസവ മഹർഷി വ്രജത്തിൽ വന്നു. കാളിന്തിയുടെ മനോഹരമായ മണൽത്തട്ടിൽ കൂട്ടുകാരുമൊത്ത് കളിക്കുന്ന കൃഷ്ണനെ മഹർഷി കണ്ടു. ദേഹം മുഴുവൻ പൊടിപുരണ്ട മുടിയെല്ലാം അഴിഞ്ഞുലഞ്ഞും ദിഗംബരനായി മറ്റു കുട്ടികളോടൊത്ത് കളിക്കുന്ന ശ്രീഹരിയെ കണ്ട് ദുർവാസാവ് വിസ്മിതനായി തീർന്നു. അദ്ദേഹം ചിന്തിച്ചു, ഇത് നന്ദഗോപന്റെ പുത്രൻ മാത്രമാണ്. പരാൽപരനായ ശ്രീകൃഷ്ണ ഭഗവാൻ അവൻ യാതൊരു തരവുമില്ല. ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ദുർവാസാവിന്റെ മടിയിൽ കൃഷ്ണൻ ഓടി വന്ന് കയറി. മഹർഷിയുടെ മുഖത്ത് നോക്കി ഒന്ന് ഉറക്കെ ചിരിച്ചു. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ശ്വാസത്തോടുകൂടി മഹർഷി കൃഷ്ണന്റെ മൂക്കിനുള്ളിലേക്ക് കയറിപ്പോയി. അവിടെ വിജനമായ വനത്തോടു കൂടിയ മറ്റൊരു ലോകം കണ്ടു. പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന മഹർഷിയെ ഒരു പെരുമ്പാമ്പ് വിഴുങ്ങി. ആ പാമ്പിന്റെ വയറ്റിനുള്ളിൽ പല ലോകങ്ങൾ, ഗുഹകൾ, ദ്വീപുകൾ എന്നിവ മഹർഷിക്ക് കാണാറായി.
ഒരു പർവ്വതത്തിൽ കയറി അദ്ദേഹം തപസ് തുടങ്ങി. അനേക വർഷങ്ങൾക്ക് ശേഷം നൈമിത്തിക പ്രളയം വന്ന് ഭൂമി സമുദ്രത്തിൽ ആണ്ടുപോയി. ദുർവാസാവും പർവ്വതവും വെള്ളത്തിൽപ്പെട്ടു. യുഗങ്ങളോളം വെള്ളത്തിൽ കിടന്നലഞ്ഞ മഹർഷിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ലാതായി. പിന്നീട് വേറൊരു ബ്രഹ്മാണ്ടം കണ്ടു. അവിടെയും ഒരു പർവ്വതത്തിന് മുകളേറി അദ്ദേഹം തപസ് തുടങ്ങി. നാലു പുറവും വെള്ളം തന്നെ. അങ്ങനെയിരിക്കെ വളരെ അകലെയായി അദ്ദേഹം തീരപ്രദേശം കണ്ടു. നീന്തി അക്കരെ എത്തിയപ്പോഴോ വൃന്ദാവനവും യമുനാപുളിനവും മറ്റും ദുർവാസാവിന് കാണാനായി. അവിടെ ഒരു നികുഞ്ചത്തിനുള്ളിൽ പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാനെ മഹർഷി കണ്ടു. അദ്ദേഹം കൃഷ്ണനെ സ്തുതിച്ചു. പ്രസന്നനായ ഭഗവാൻ ഒന്ന് ചിരിച്ചു. ആ നിമിഷത്തിൽ മഹർഷി ഭഗവാന്റെ മൂക്കിനുള്ളിലേക്ക് കയറിപ്പോയി. പുറത്തു വന്നപ്പോൾ താൻ പഴയപടി യമുനാപുളിനത്തിൽ ഇരിക്കുന്നതായും തൻ്റെ മടിയിൽ ചേരണിഞ്ഞ ദിഗംബരനായ കൃഷ്ണൻ ഇരിക്കുന്നതായും അദ്ദേഹത്തിന് കാണാനായി. പരമാത്മാവായ ഭഗവാൻ തന്നെയാണ് നന്ദനന്ദനൻ എന്ന രൂപത്തിൽ താൻ കാണുന്നതെന്ന് മഹർഷിക്ക് ബോധ്യം വന്നു. ബദ്ധാഞ്ജലിയായി അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു. ഈ കഥ ഗർഗ മഹർഷി ശൗനകനോട് പറഞ്ഞതാണ്. മഹാത്മാവായ നാരദ മഹർഷി ബഹുലാശ മഹാരാജാവിന് ഉപദേശിച്ച ശ്രീകൃഷ്ണ ചരിതമാണ് ഈ പറഞ്ഞത്. രഹസ്യവും അത്ഭുതവുമായ ഈ ഗോലോക ഖണ്ഡം ഗോലോകത്തിൽ രാസമണ്ഡലത്തിൽ വെച്ച് ഭഗവാൻ തന്നെ അരുളി ചെയ്തതുമാണ്. സർവാർത്ഥ പ്രദായിനിയായ ഈ ചരിതം നികുഞ്ചത്തിൽ വെച്ച് രാധികയോട് ഭഗവാൻ പറഞ്ഞതും ആണ്. ഈ കഥ കേട്ട എല്ലാ കുടുംബമിത്രങ്ങളും ജീവമുക്തന്മാരായി ഭവിക്കുമെന്നും അരുളി ചെയ്തു. കൂടാതെ ഈ കഥ കേൾക്കുന്നവർ ആരായാലും ശ്രീകൃഷ്ണ ഭഗവാൻ വിരോചിക്കുന്ന ഗോലോകം പ്രാപിക്കുമെന്നും ഭഗവാൻ അരുളി ചെയ്തു. നമസ്തേ പ്രിയ ശ്രീരാം കുടുംബമിത്രങ്ങളെ, ഭഗവാന്റെ ബാലലീല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം വീണ്ടും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഗോലോക പ്രാപ്തി ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.